നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2023 കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എങ്ങനെയാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BSc നഴ്സിംഗിന്റെ ഫീസ് സ്ട്രക്ചറും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 വരെ കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് കോളേജുകളിലെയും BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ LBS എന്ന ഗവൺമെന്റ് കൺട്രോൾഡ് സ്ഥാപനം നടത്തുന്ന അലോട്ട്മെന്റ് വഴിയാണ് നടത്തിയിരുന്നത്. +2 മാത്രം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അലോട്ട്മെന്റ് നടത്തിയിരുന്നത്. +1 മാർക്ക് ഇതിനുവേണ്ടി 2023 വരെ പരിഗണിച്ചിരുന്നില്ല. 2023 വരെ +2 മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് കോളേജുകളിലെ മുഴുവൻ അഡ്മിഷൻ നടത്തിയിരുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആണ് മുഴുവൻ ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തിയത്. +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് LBS സെന്ററിന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. LBS സെന്ററിന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നൽകി കേരളത്തിലെ 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ മറ്റ് പ്രൈവറ്റ് കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതിയായിരുന്നു. ഗൂഗിളിൽ www.lbscenter.kerala.gov.in എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. ആ പേജിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് കാണാം. ആ പേജിൽ കോളേജ് ലിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് കോളേജുകളുടെയും LBSന്റെ അണ്ടറിൽ ഉള്ള പ്രൈവറ്റ് കോളേജുകളുടെയും ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. 2022 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ BSc നഴ്സിംഗ് കോഴ്സ് ഉണ്ടായിരുന്നില്ല. 2023 മുതലാണ് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും BSc നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചത്. 14 ജില്ലകളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി LBSന്റെ വെബ്സൈറ്റിലൂടെ മാത്രം ആപ്ലിക്കേഷൻ നൽകിയാൽ മതിയായിരുന്നു. ഓരോ കോളേജുകളിലും ഓരോ ആപ്ലിക്കേഷൻ നൽകേണ്ടിയിരുന്നില്ല. ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകി മുഴുവൻ കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. 2024 എൻട്രൻസ് എക്സാം ഉണ്ടാകുമെന്ന് അറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും എൻട്രൻസ് എക്സാം നടത്തിയിട്ടില്ല. ഈ വർഷത്തെ അലോട്ട്മെന്റുകൾ ഏത് രീതിയിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനവും ഇതുവരെയും വന്നിട്ടില്ല. കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിൽ പകുതി സീറ്റുകളിലെ അഡ്മിഷൻ മാത്രമാണ് LBS വഴി നടത്തിയിരുന്നത്. LBS വഴിയുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടിയും ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതിയായിരുന്നു. 2024 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലെയും അഡ്മിഷൻ ഓരോ കോളേജുകളും സ്വന്തമായി നടത്തും എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കാര്യത്തിൽ ഫൈനലായിട്ട് ഒരു തീരുമാനം വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ഓരോ കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ ഓരോ കോളേജിലും ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായും വരും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഗവൺമെന്റ് കോളേജുകളിലെ അഡ്മിഷൻ ഏത് രീതിയിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഓരോ കോളേജിലും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നൽകണോ അതോ LBS വഴി ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതിയോ എന്നതിനെക്കുറിച്ച് ഒന്നും ഒരു വിവരവും ഉണ്ടായിട്ടില്ല. യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകാതെ മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു അലോട്ട്മെന്റ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ 14 ജില്ലകളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പേരും ഓരോ വർഷത്തെ ഫീസും കോൺടാക്ട് നമ്പരുമാണ് സ്ക്രീനിൽ കാണുന്നത്. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് ഫീസിൽ വ്യത്യാസമുണ്ട്. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ 1000 രൂപ ഓൺലൈനായിട്ട് അഡ്മിഷൻ ഫീസായിട്ട് അടയ്ക്കണം. അതിനുശേഷം കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് 10000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ടും നൽകണം. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് നൽകുന്ന 10000 രൂപ 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ്. ഈ കാറ്റഗറിയിൽ ഉള്ളവർ 4 വർഷത്തെ പഠനത്തിന് വേണ്ടി 11000 രൂപ മാത്രം നൽകിയാൽ മതിയായിരുന്നു. 2023 ഫീസാണ് നമ്മൾ പറയുന്നത്. ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, ട്യൂഷൻ ഫീസ് എന്നിവയെല്ലാം ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് ലഭിച്ചിരുന്നത്. OBC EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും 2023 അടയ്ക്കേണ്ടിയിരുന്ന ഫീസാണ് സ്ക്രീനിൽ കാണുന്നത്. OBC EWS കാറ്റഗറിയിലുള്ളവർ ഓരോ വർഷവും അടയ്ക്കേണ്ടിയിരുന്ന ഫീസാണ് ഇത്. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, ട്യൂഷൻ ഫീസ് എന്നിവയും നൽകേണ്ടിയിരുന്നു. OBC EWS കാറ്റഗറിയിൽ ഉള്ളവർക്ക് യാതൊരുവിധ ഫീസ് കൺസെഷനുകളും ലഭിക്കുകയില്ല.
2023 കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷനെ കുറിച്ചും ഫീസിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. 2024 അഡ്മിഷൻ എങ്ങനെ ആയിരിക്കുമെന്നും ഫീസിൽ വ്യത്യാസമുണ്ടോ എന്നും പുതിയ അപ്ഡേറ്റ്സുകൾ വന്നാൽ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.